ശാസ്ത്രം എത്ര വളർന്നാലും കണ്ടുപിടുത്തങ്ങൾ എത്രയധികം നടന്നാലും വീണ്ടും മനുഷ്യന്റെ ഉള്ളിൽ പേറുന്ന ഒരു സംശയമുണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നു? എന്താണ് ആ പരിണാമത്തിന്റെ ചരിത്രം? തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിലെത്തിയാൽ നമുക്ക് ആ ചരിത്രം തേടി ഒരു യാത്ര നടത്താം. കോടാനുകോടി വർഷങ്ങൾ പിന്നിലേക്ക് ഒരു ടൈം ട്രാവൽ. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം 1947. അവിടെ മുതൽ പിന്നിലേക്കാണ് പരിണാമം തേടിയുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പുള്ള രാജഭരണകാലമാണ് ആദ്യ കാഴ്ചകൾ. ഡൽഹി സുൽത്താനേറ്റും വിജയനഗര സാമ്രാജ്യവും അജന്ത ഗുഹകളും ഒക്കെ അറിഞ്ഞ് ഒരു യാത്ര. പിന്നെയും നടന്നു വർഷങ്ങൾ പിന്നിലേക്ക്. മനുഷ്യൻ കൃഷി തുടങ്ങിയ നാളുകൾ, നദിയോട് ചേർന്നുള്ള ജീവിതം, ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിരുന്ന അവശേഷിപ്പുകൾ കണ്ട് പിന്നെയും സഞ്ചരിച്ചു 4 ലക്ഷം വർഷം പിന്നിലേക്ക്. അവിടെ നിയാൻഡർതാലുകളുമായി അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ച. ആധുനിക മനുഷ്യനുമായി ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നവരാണ് ഇക്കൂട്ടർ. ഇവരിൽ നിന്നാണ് ആധുനിക മനുഷ്യന്റെ ഉത്ഭവമെന്നാണ് കണ്ടെത്തൽ. പിന്നെയും പോയി വർഷങ്ങൾ പിന്നിലേക്ക്. ആ യാത്ര ചെന്നെത്തിയത് ബ്ലോംബോസ് ഗുഹയിലേക്കാണ്. കലയുടെ അടയാളപ്പെടുത്തലുകൾ ആദ്യമായി കണ്ട ഗുഹ. ആദിമ മനുഷ്യൻ ആദ്യമായി തന്റെ ഉള്ളിലെ സർഗാത്മകത കോറിയിട്ട ഇടം. ബ്ലോംബോസ് ഗുഹയും കണ്ട് പിന്നെയും നടന്നു 10 ലക്ഷം വർഷം പിന്നിലേക്ക്. അവിടെ തീ വരുതിയിലാക്കിയ മനുഷ്യരുണ്ടായിരുന്നു. മൃഗങ്ങളെ തീ ഉപയോഗിച്ച് ചുട്ടു തിന്നവർ. പിന്നെയും 26 ലക്ഷം വർഷം പുറകിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു കല്ലുകൾ കൂട്ടിയുരസി തീ കണ്ടുപിടിച്ച മനുഷ്യനെ കാണാൻ. യാത്ര തുടർന്നു. 32 വർഷം പിന്നിലേക്ക് വീണ്ടും നടന്നു. അവിടെയാണ് 2 കാലിൽ നിവർന്നു നിന്ന ആസ്ട്രലോപിത്തക്കസിനെ കണ്ടത്. ആദ്യമായി 2 കാലിൽ നിവർന്നു നിന്ന പൂർവികർ. മനുഷ്യകുലത്തിന്റെ പിറവിയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായിരുന്നു ബൈപ്പെഡലിസം എന്നറിയപ്പെടുന്ന 2 കാലിലുള്ള ഈ നടത്തം. ശരീരഘടനയടക്കം എല്ലാത്തിലും ഇത് മാറ്റമുണ്ടാക്കി. പരിണാമത്തിന്റെ ഈ തുടക്കമാണ് പിന്നീട് മനുഷ്യകുലത്തിന്റെ തന്നെ പിറവിക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. ഇനിയുമുണ്ട് പിറകിലേക്ക് നടക്കാൻ ഒരുപാട് ദൂരം. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് എല്ലാം നമുക്ക് അജ്ഞാതമാണ്. നമ്മുടെ മനുഷ്യകുലത്തിന്റെ ഉത്ഭവം പോലും. എസ് അനോഷിനൊപ്പം സ്പന്ദന സാജു, മീഡിയ 1, തിരുവനന്തപുരം.